ഫ്രണ്ട് രാത്രി എണ്ണീറ്റിരുന്ന് ഛർദിക്കലായിരുന്നു, അലാറം വെച്ച് എണ്ണീറ്റിരുന്ന് ഛർദിക്കലായിരുന്നെന്നാ പറഞ്ഞ്. പോട്ടി നാട്ടില് പോട്ടി കിട്ടാൻ വെടിവലിയാ. ഞാനോർത്ത് 2 വിസില 2 തവണ പോവോ. പിന്നെ നല്ല മലയാളികൾക്ക് പറ്റിയ മീൻ എവിടെയാ കിട്ടണെന്ന് കൂടെ ഒന്ന് ചോദിച്ചു നോക്കാം. ഗൈസ്, അപ്പം നമ്മൾ ഇവിടെ ബോൾട്ടണിലെത്തി. ആദ്യമായിട്ടാണ് 40 മിനിറ്റ് അത് ഒരു 20 മൈലിലേക്കും വണ്ടി ഓടിച്ച് വന്ന് മീൻ മേടിക്കാൻ വന്നത്. കാര്യം നമ്മളോട് എല്ലാവരും വാറിംഗ്ടണിൽ നിങ്ങൾ ബോൾട്ടൺ മാർക്കറ്റ് പോയില്ലേ ഈ ചോദിക്കലാണ് എപ്പോൾ കണ്ടാലും. അപ്പോൾ എന്താണെങ്കിലും ബോൾട്ടൺ മാർക്കറ്റ് ഒന്ന് വന്ന് കാണുകയും ചെയ്യണം, അത് പിന്നെ നിങ്ങളെ ഒന്ന് കാണിക്കണം. അതിനുവേണ്ടിയാണ് ശരിക്കും മാഞ്ചസ്റ്റർ, ലിവർപൂള്, വാറിംഗ്ടൺ അങ്ങനെയുള്ളവർക്ക് അതെല്ലാം വെച്ച് നോക്കുമ്പോൾ ബോൾട്ടൺ മാർക്കറ്റ് കമ്പാരിറ്റീവ്ലി വലുതാണെന്നാണ് പറഞ്ഞത്. എനിക്കറിയില്ല ഇത് എത്രത്തോളം സത്യമാണ്. ഇപ്പോൾ പോയി നമ്മൾ നോക്കുവാണ്. ഈ പറഞ്ഞ പോലെ എല്ലായിടത്തുനിന്നും കമ്മ്യൂട്ട് ചെയ്യുമ്പോൾ എളുപ്പം എത്തിപ്പെടാൻ പറ്റുന്ന ഒരു സ്ഥലവും കൂടെയാണ് ബോൾട്ടൺ. എല്ലാ സ്ഥലത്തുനിന്നും 1/2 മണിക്കൂർ ഡിസ്റ്റൻസ് ആയിരിക്കും. ഓക്കെ, ഇവിടെ വരുമ്പോൾ പാർക്കിങ്ങിനായിട്ട് ഇപ്പം നമ്മൾ യൂസ് ചെയ്ത് മോറിസൺ ആണ്. 2 മണിക്കൂർ നമുക്ക് ഫ്രീ പാർക്കുണ്ട്. ഇതിൻ്റെ അടുത്ത് NCP പാർക്കിംഗ് ഉണ്ട്. അപ്പം നമ്മളോർത്ത് 2 മണിക്കൂർ കൊണ്ട് മീൻ മേടിച്ച് കഴിയുമല്ലോ. അപ്പം എന്താണ്, നമുക്ക് ബോൾട്ടൺ മാർക്കറ്റ് ഒന്ന് കാണാം കേട്ടോ. അപ്പോൾ ഇവിടുത്തെ മീനിൻ്റെ റേറ്റ് എത്രയുണ്ടെന്ന് പറയാം. നമുക്ക് ഷെഫീൽഡിൽ ഒരിക്കലും മീനിനൊരു ബുദ്ധിമുട്ട് വന്നിട്ടില്ല അല്ലേ? ഈവൻ ചെസ്റ്ററിൽ നിന്ന് ഒരാൾക്കാർ ഷെഫീൽഡായിരുന്നു മീൻ മേടിക്കാൻ വന്നിട്ടിരുന്നത് അല്ലേ? അതെ അതെ. ഈ ഫിലിപ്പൈൻസ് നടത്തുന്ന ഒരു ഫിഷിൻ്റെ ഒരു മാർക്കറ്റ് സ്റ്റോളിലാണ് നമ്മൾ എപ്പോഴും പൊയ്ക്കൊണ്ടിരുന്നത്. എപ്പോഴും അവിടെ സാധനമുണ്ട്, അതും ഫ്രഷ് സാധനം. നമ്മൾ പറയുന്ന അളവിൽ ക്ലീൻ ചെയ്ത് വെട്ടിത്തരുമായിരുന്നു. അപ്പോൾ അത് വെച്ച് നോക്കുമ്പോൾ സത്യം പറഞ്ഞാൽ ഇപ്പോൾ ഒരു 2 മാസത്തിൽ കൂടുതലായി നമ്മൾ ഫ്രഷ് ആയിട്ട് ഫിഷ് തന്നിട്ട്. അപ്പം അതുകൊണ്ടാണ് നമ്മൾ വന്നത്. പിന്നെ ഇതുവരെയായിട്ട് നമുക്ക് ഷെഫീൽഡിൽ നിന്ന് മീൻ കഴിച്ചിട്ട് ആ മോർ മാർക്കറ്റിന്റെ അകത്തുനിന്ന് മീൻ കഴിച്ചിട്ട് ഒരു പ്രശ്നവും പറ്റിയിട്ടില്ല കേട്ടോ. പലർക്കും ഇവിടെ നമ്മുടെ കഴിഞ്ഞ ദിവസം ഒരു ഫ്രണ്ട് രാത്രി എണ്ണീറ്റിരുന്ന് ഛർദിക്കലായിരുന്നു, അലാറം വെച്ച് എണ്ണീറ്റിരുന്ന് ഛർദിക്കലായിരുന്നെന്നാ പറഞ്ഞ്. മത്തി എങ്ങാണ്ട കഴിച്ചിട്ട്, അതും ഫ്രോസൺ ആയിരുന്നെന്ന് തോന്നുന്നു. അപ്പൊ നമുക്കിനി ബോൾട്ടൺ മാർക്കറ്റ് കാണാം. മീൻ മാത്രമല്ല കേട്ടോ, അതെ പർദ്ദയുടെ കട. കൊച്ചി എത്തി, നല്ല മീനിന്റെ മണം അടിക്കുന്നുണ്ട്. എത്തി. ഓ എൻ്റെ പൊന്നോ, ഇത് ഇത്ര നാളും വരാതിരുന്നത് ഒരു നഷ്ടമായി എനിക്ക് തോന്നുന്നുണ്ട് ഇപ്പോൾ. നമുക്ക് ലാസ്റ്റ് മേടിക്കാം, ഏതെങ്കിലും മലയാളിയുടെ ഷോപ്പ് ഉണ്ടെങ്കിൽ അവിടെ നിന്ന് മേടിക്കാം. ഓക്കെ, ഇടയ്ക്ക് മലയാളികൾ പിടിച്ചു നിൽക്കുമെന്ന് വലിച്ചു കീറിയ സംസാരിക്കുന്നവർ തന്നെ. 2 ബ്രിഞ്ചാളും 1 പൗണ്ട്. 2 ബ്രിഞ്ചാളും 1 പൗണ്ട്. 2 1 പൗണ്ട്. ഇത് അത്യാവശ്യം കാണാൻ തന്നെ ഉണ്ട് കേട്ടോ. ഉരുളക്കിഴങ്ങ്, ഇതേ മണ്ണ് പറഞ്ഞിട്ട് ഉരുളക്കിഴങ്ങ്. UK വന്നിട്ട് ആദ്യമായിട്ടല്ല കാണുന്ന. ഹായ്, നട്ട്സിന്റെ കട നമ്മുടെ ഷെഫീൽഡ് പോലെ തന്നെ അല്ലേ? പക്ഷെ ഷെഫീൽഡ് ഇത്ര വലിപ്പമില്ല. ഹലാൽ ബുച്ചേഴ്സ്, പോട്ടി നാട്ടില് പോട്ടി കിട്ടാൻ വെടിവലിയാ. ഇവിടെ പോട്ടി ഏത് സൈസ് വേണം, ആടിന്റെ തോല്. ഇതൊരു എൻട്രൻസ് ആട്ടോ. ഭീമ ബാ, പെട്ടെന്ന് നടക്കാമോ? നമുക്കിപ്പോ മീൻ മാത്രം വാങ്ങിയാ പോരെ? മതി. പഴം ഒരു ബോക്സിന് 12. അത് റേറ്റ് കൂടുതലാണ്. ഇതിന്റെ അകത്ത് പാത്രങ്ങൾക്കിടെ ഒരു കട. അങ്ങോട്ടേക്ക് ഫുൾ തിരക്കാടി. സ്ട്രോബെറി 5 ലിറ്റർ 7 ലിറ്റർ കുക്കർ. നമ്മള് കണ്ടിട്ടില്ലാത്തൊരു മോഡൽ കുക്കർ. 2 വിസിലല്ലേ? 2 വിസിലല്ലേ, 2 നോസിലാ. ഇതാ വിസിൽ. ഞാനോർത്ത് 2 വിസില 2 തവണ പോവോ. ഇത് മറ്റേ ഈ അറബികൾക്കുടെ ഒരു ഡിഷ് ഉണ്ടല്ലോ, ഒരു 6 മണിക്കൂറൊക്കെ സ്ലോ കുക്ക് ചെയ്യില്ലേ, അതിന്റെ ആണെന്ന് തോന്നുന്നു ആ കുക്കർ. സാധാ കുക്കർ തന്നെയാ. അതെയാ? മസാല വരട്ടി ഗ്രില്ല്. ഇനി നമ്മൾ അവിടെ കൊണ്ടൊന്ന് വെച്ചാ മതി ബീഫ്. അവർക്കടെ മസാല വരട്ടി ഒന്ന് കാണാൻ പറ്റണില്ലല്ലോ. പന്നി, ഇതിന് ജീവനുണ്ടോ? ആടിന്റെ വിവിധ ഭാവങ്ങൾ, അല്ല വിവിധ ഭാവങ്ങളല്ല, വിവിധ സൈസ്. ഇത് മസാല വരട്ടി വെച്ചാണ്. ഓ മൈ ഡിയർ ചാള, 1 കിലോ വേറെ സാധനം. നല്ല തല മേടിച്ച് തലക്കറി വെച്ചാലോ, അറിയോ? ജീവനുണ്ടല്ലോ, തൊട്ടുപോയി കഴിഞ്ഞാൽ കൈ പിടിച്ച് ഇറക്കുവോ?
താറാമുട്ടയിൽ എന്തോ ഒരു ഔഷധ ഗുണം ഉണ്ടെന്നറിയോ? മൂലക്കുരുവിന് വരുമ്പോ ഏറ്റവും കൂടുതൽ ആളുകൾ നോക്കി നടക്കുന്ന താറാമുട്ട. മൂലക്കുരു വരുമ്പോഴല്ലേ, വരാതിരിക്കുമ്പോഴോ? ഇതെല്ലാം പ്രിക്കോഷൻ ഈസ് ബെറ്റർ ദാൻ ക്യൂറാ. ഗൈസ്, അപ്പോൾ നമ്മൾ ഇവിടെ വന്നപ്പോൾ നമ്മുടെ ഒരു മലയാളി ചേട്ടനെ പരിചയപ്പെട്ടു. ലിജു എന്നാണ് ചേട്ടൻ്റെ പേര്. ചേട്ടൻ ഹോൾഡാമിലുള്ളതാണ്. അപ്പോൾ ചേട്ടൻ്റെ അടുത്ത് നമുക്ക് ഈ മാർക്കറ്റിനെ പറ്റിയും പിന്നെ നല്ല മലയാളികൾക്ക് പറ്റിയ മീൻ എവിടെ കിട്ടണമെന്നൊക്കെ ഒന്ന് ചോദിച്ചു നോക്കാം. ഞാൻ കഴിഞ്ഞ 3 വർഷമായി ഇവിടെ മാഞ്ചസ്റ്റർ താമസമാണ്. മിക്കവാറും എല്ലാ ശനിയാഴ്ചകളിലും നമുക്ക് വില കുറച്ച് നല്ല ഫ്രഷായിട്ടുള്ള മീനുകളും അതുപോലെ മീറ്റുകളും ഒക്കെ ഇവിടെ കിട്ടും. വളരെ നല്ല വൃത്തിയുള്ളൊരു മാർക്കറ്റാണ്. അതുപോലെ തന്നെ ഫ്രഷായിട്ടുള്ള മീനുമൊക്കെ കിട്ടും. റീസണബിൾ പ്രൈസിനൊക്കെ നമുക്ക് കിട്ടും. വളരെ സൗകര്യപ്രദമാണ്. ചേട്ടനപ്പോൾ എവിടെ നിന്ന് വന്നാ? ഞാൻ മാഞ്ചസ്റ്റർ ഓൾഡാമിലാണ് താമസിക്കുന്നത്. എൻ്റെ നാട് തിരുവല്ലയാണ്. തിരുവല്ലയാണല്ലേ? അപ്പോൾ ഇവിടെ എന്തായിട്ടാണ് ഇപ്പോൾ വർക്ക് ചെയ്യണത്? അപ്പോൾ ഞാനിപ്പം വർക്ക് ചെയ്യുന്നത് സീനിയർ കെയറായിട്ടാണ് വർക്ക് ചെയ്യുന്നത്. ഞാൻ ബേസിക്കലി നേഴ്സാണ്. നേഴ്സാണല്ലേ? ഓക്കെ. മാർക്കറ്റിൽ ഇത് മാത്രമല്ല, ഇത് നല്ല ഒരു കഫറ്റീരിയാണ്. നല്ല ടീ, പിന്നെ ഐസ്ക്രീം, പിന്നെ ഡ്രസ്സുകളൊക്കെ ആണെങ്കിലും ഇഷ്ടമായത് ഡ്രസ്സുണ്ട്. അപ്പോൾ ഈ മാർക്കറ്റ് നിങ്ങൾക്ക് തീർച്ചയായിട്ടും, പിന്നെ അത്തറിൻ്റെ ഒരു അടിപൊളി ഷോപ്പുണ്ട്. ഓക്കെ. ഇതിപ്പം ഷെഫീൽഡിന്റെ ഒരു ഇച്ചിരി കൂടെ വലിപ്പം. മീനിന്റെ സെക്ഷൻ മാത്രം ഷെഫീൽഡിനെക്കാളും കുറച്ചുകൂടെ വലിപ്പം. അതിൽ കൂടുതലൊന്നും പറയാനില്ലല്ലോ. അല്ല, പക്ഷെ ഇതൊന്നും ഇല്ലല്ലോ. ഇതൊക്കെ ഉണ്ടല്ലോ ഷെഫീൽഡ്. പക്ഷെ ഇത്രയും കളക്ഷൻ ഉണ്ടോ? ഇതിന്റെ തന്നെ ഒരു ചെറിയ മിനിയേച്ചർ ആണ് ഷെഫീൽഡ്. മാർക്കറ്റിന്റെ വെളിയിലും ഉണ്ട് കേട്ടോ, സ്ട്രീറ്റ് മാർക്കറ്റും ഉണ്ട്. ഇതിന്റെ വെളിയിലും ഉണ്ട് കേട്ടോ. അത് ഇങ്ങനെ തന്നെ. എൻ്റെ അമ്മോ, ഇത് ഒരു രക്ഷയില്ല. ഇത് നമ്മൾ ലണ്ടൻ ഈസ്റ്റ് ഹാമിൽ പോയപ്പോഴാണ് പിന്നെ ഇതുപോലത്തെ ഒരു മാർക്കറ്റ് ഉണ്ട് ഗൈസ്. അപ്പോൾ ഇത് കാണിച്ചാലും തീരില്ല, ഫുള്ളും അങ്ങോട്ടുണ്ട്. ഓക്കെ. അപ്പം നമ്മളിവിടെ വെച്ച് എന്താണെങ്കിലും വൈൻഡപ്പ് ചെയ്യുവാണ്. അപ്പം നമ്മൾ മീൻ വാങ്ങി, നമ്മൾ സീബാസ് മേടിച്ചു, പ്രോൺസ്. നമുക്ക് വാറിങ്ടണിൽ നിന്ന് വന്ന് മേടിക്കാൻ വർത്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇഷ്ടപ്പെടാത്തൊരു കാര്യം, മാർക്കറ്റ് ഭയങ്കര നീറ്റാണ്, ക്ലീനാണ്, എല്ലാമാണ്. പക്ഷെ അവർ നന്നാക്കി തരില്ല. പിന്നെ ഷെഫീൽഡിലേക്കും വെച്ച് നോക്കുമ്പോൾ കാര്യം, ഷെഫീൽഡ് ഈ മാർക്കറ്റിൻ്റെ പകുതിയില്ല. പക്ഷെ എന്നാലും നമുക്ക് ഏകദേശം റേറ്റൊക്കെ സെയിം ആണെന്ന് തോന്നുന്നു അല്ലേ? ചാർജ് ഇല്ല. പക്ഷെ ഇവിടെ നന്നാക്കുന്നതിന് 5 പൗണ്ട് എക്സ്ട്രാ. അത് ഇച്ചിരി നല്ല കൂടുതലായിട്ട് ഫീൽ ചെയ്തു. പിന്നെ വേറൊരു കാര്യം മനസ്സിലായത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇവിടെ നിൽക്കുന്തോറും മീനിന്റെ വില കുറയും കേട്ടോ. ഇപ്പം ഞങ്ങൾ ആദ്യം തന്നെ ചെന്നപ്പോൾ തന്നെ ഞങ്ങൾ മീൻ മേടിച്ചു. ഇപ്പം ഞങ്ങൾ അവിടെ മൊത്തം കറങ്ങിയിട്ട് തിരിച്ചു വന്നപ്പം നമ്മളെടുത്ത 4 സീബാസ്, നമ്മൾ 3 10 എടുത്തു. പിന്നെ ഇപ്പം 4 10 പൗണ്ട്. അപ്പൊ അത് ഇവിടെ അറിയാവുന്നവർക്കൊക്കെ അറിയാം. എനിക്ക് തോന്നുന്നു ഒരു 2 മണി കഴിഞ്ഞ് കഴിഞ്ഞാൽ മീനിന്റെ രാവിലത്തെ വിലയല്ല കേട്ടോ, അത് കുറയും. ഇനി ഇതെന്നും കുറയുമെന്ന് എനിക്കറിയില്ല. കാര്യം ഇന്നത്തെ കാര്യമാണ് ഞാൻ പറയണത്. ഇന്നത്തെ വെച്ച് എന്നാ വെച്ചാൽ ഞാൻ മേടിച്ച കടയിൽ 3 10 ആയിരുന്നു. 2 മണി കഴിഞ്ഞപ്പം 4 10. ഒരു ദിവസം ഒരു വീക്കെൻഡ് വന്ന് കാണാനുള്ള സംഭവം എന്താണെങ്കിലും ഉണ്ട്. പക്ഷേ വാരിങ്ടണിൽ ഇത്രയും നമ്മൾ ട്രാവൽ ചെയ്ത് വരേണ്ടത് വർത്താന്ന് എനിക്ക് വലിയ കാര്യമായിട്ട് തോന്നുന്നു. അല്ല, ഇന്നിപ്പോ നമ്മൾ ഏകദേശം ഇത് വന്ന് കണ്ടോണ്ടല്ലേ നമുക്ക് മനസ്സിലായത്, അല്ലെങ്കിൽ മനസ്സിലാവൂലല്ലോ. ഇത് നമ്മൾ 20 മൈൽ 40 മിനിറ്റ് ഡ്രൈവ് ഉണ്ടായിരുന്നു. പക്ഷെ ഇത് വന്ന് കണ്ടോണ്ട് മനസ്സിലായി. ഇനിയിപ്പോൾ ആരെങ്കിലും ബോൾട്ടൺ മാർക്കറ്റ് കണ്ടിട്ടുണ്ടോ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഉണ്ടെന്ന് പറയാമല്ലോ. കാര്യം ഇവിടെ ഉള്ളവരുടെ ഇടയിൽ ഭയങ്കര ഫേമസ് ആയിരുന്നു. ഇന്ന് നമ്മൾ കണ്ട ചേട്ടനാണെങ്കിലും ഓൾഡ് ഹാമിൽ നിന്ന് വന്നു, പിന്നെ മാഞ്ചസ്റ്ററിൽ നിന്ന് വന്നവരുണ്ട്, പിന്നെ ലിവർപൂളിൽ ഉള്ളവരാണെങ്കിലും ബോൾട്ടൺ മാർക്കറ്റാണ് പറയണത്. അപ്പൊ എന്താണെങ്കിലും ബോൾട്ടൺ മാർക്കറ്റ് കണ്ടു. ന്യൂ കാസിലിൽ ഇവിടെ ഫ്രണ്ടിനെ കാണാൻ വന്നാണ്. അപ്പൊ ആ ഫ്രണ്ട് വരെ ന്യൂ കാസിലിൽ നിന്ന് വന്നവരെ വരെ ഈ മാർക്കറ്റ് പോകണമെന്ന് കാണിച്ചിട്ടുണ്ടെങ്കിൽ ഈ മാർക്ക് അത്യാവശ്യമാണ്. നമ്മളതിന്റെ ചെറിയൊരു പോർഷൻ മാത്രമാണ് കവർ ചെയ്തിട്ടുള്ളൂ. ചുറ്റിനും പുറമുണ്ട്. അപ്പോൾ എന്താണെങ്കിലും വീഡിയോ ഇഷ്ടപ്പെട്ടു, ഇൻഫോർമേറ്റീവായിട്ട് ഇതിൻ്റെ എവിടെയെങ്കിലും ഫീൽ ചെയ്തിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണ കാര്യം ഒന്ന് പരിഗണിക്കണം. അപ്പോൾ ഇറ്റ്സ് മീ അബീസ്, സൈനിങ് ഫ്രം അബീസ് UK ചാനൽ.